بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه നമ്മൾ സുലാസി മസീദ് ഫിഹിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 7 ബാബുകൾ നമ്മൾ പറഞ്ഞു. ഇനി 8ാമത്തെ ബാബ് അൽ ബാബു സാമിനു ഇഫ് അല്ല. വലൈക്കും സലാം. ഹക്കീം കെ ഓക്കെ. 8ാമത്തെ ബാബ് തുടങ്ങിയിട്ടുള്ളൂ. ഇഫ് അല്ല, അവിടെ നോക്ക് നിങ്ങൾ. ഒരു തുടക്കത്തിലൊരു അലിഫ് ഉണ്ട്, പിന്നെ കാണുന്നില്ലേ? എല്ലാവർക്കും കാണുന്നില്ല? സ്ക്രീൻ കാണുന്നില്ല? ഒന്ന് ഇറങ്ങിക്കയറി നോക്കി. കുറച്ച് നേരം. യെസ്, നമ്പർ അറിയാം. ഇപ്പോൾ ഓക്കെ ആണോ? അപ്പോൾ തുടക്കത്തിലൊരു അലിഫും ഒരു ലാമും അധികമാണ്. അപ്പോൾ 3ഉം 2 അധികവും കൂടി 5 അക്ഷരമായി. 3ഉം 2ഉം 5. അഫ്സലെ, അത് 2 അഭിപ്രായം ഉണ്ടായില്ലേ? ചിലർ പറഞ്ഞു ആദ്യത്തെ ലാമാണ്, ചിലർ പറഞ്ഞു അവസാനത്തെ ലാമാണ്. അപ്പോൾ അവസാനത്തെ ലാം എന്ന് പറഞ്ഞ ആളുകൾ പറയും ഫഅല എന്നല്ലേ പദം, അപ്പോൾ ആദ്യത്തെ അടുപ്പിച്ച് വരലല്ലേ നല്ലത് എന്ന നിലക്ക് 1ാമത്തെ ലാമാണ് അവിടെ അസ്ലിയായത്, 2ാമത്തെ സായിദയാണെന്ന് പറയും. എന്നാൽ 2ാമത്തെ അഭിപ്രായം പറയുന്നവർ പറയും അങ്ങനെയൊന്നും ഇപ്പോൾ നമ്മൾ നോക്കാൻ പറ്റൂല. ഏതിൽ ചിലപ്പോൾ 1ാമത്തെ ലാമ് അങ്ങനെ ആവാം, ഇങ്ങനെ ആവാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സായിദ് അവസാനത്തിലേക്കല്ലേ ചേരാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതിലൊക്കെ ആദ്യത്തിലും ഇഫ്താലയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നില്ലേ എന്നും മറുപടി പറയും. ഏതായാലും ഒരു ലാമ് സായിദയാണ്. അപ്പൊ ഇഫ് അല്ല, അതിൽ എത്ര അക്ഷരമുണ്ട്? 5 അക്ഷരമുണ്ട്. അപ്പൊ നമ്മൾ ഒരു പദം 3 അക്ഷരമുള്ള അസ്ലിയായ 3 അക്ഷരമുള്ള പദം ഇങ്ങനെ 5 അക്ഷരം വരെ സായിദിയാക്കിയിട്ട് ചേർക്കാം. അപ്പോൾ സമിഅന്റെ ഇസ്മ അങ്ങനെ ഉപയോഗത്തിൽ ഉണ്ടാവില്ല കേട്ടോ, നമ്മളിപ്പോൾ സർഫാക്കാൻ വേണ്ടി പറയണേ. ദഖലന്റെ ഇദ്ഖല്ല, ഖറജന്റെ ഇഖ്റജ, നസറന്റെ ഇൻസറ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? വളരെ അപൂർവങ്ങളായ പദങ്ങളെ ഇങ്ങനത്തെ ഉള്ളൂ. ഇബി അല്ല, ഇസ്വദ്ദ കേട്ടിട്ടില്ലെങ്കിൽ ഇബിയല്ലത്തു വജൂഹും ഖുർആനിൽ കാണാതെ. അവരുടെ മുഖം പ്രകാശിച്ചു, മുഖം കറുത്തുപോയി. ഇബിയല്ലത്ത് ഇഹ്മറ, ഇത് കറക്റ്റാ. ഇഹ്മറ ചുവന്ന അവസ്ഥയിലായി, ചുവപ്പുള്ളതായി എന്നർത്ഥം. ഇസ്ഫറ മഞ്ഞ കളറായി. അപ്പോൾ ഇവിടെ ഇഫ് അല്ല, അപ്പം അതിൻ്റെ മാളി നമ്മൾ സർഫാക്കുന്ന സമയത്ത് ഫഅല ഫഅല ഫഅലു എന്ന രൂപത്തിൽ പറയുമ്പോൾ ഇഫ് അല്ല, ഇഫ് അല്ല, ഇഫ് അല്ലു, ഇഫ് അല്ലത്ത്, ഇഫ് അല്ലത, ഇഫ് അലൽന. ആ ശബ്ദം അഴിക്കണം അവിടെ കേട്ടോ. ഇഫ് അലൽന.
ഇഫ്അലൽത, ഇഫ്അലൽതുമാ, ഇഫ്അലൽതും, ഇഫ്അലൽതി, ഇഫ്അലൽതുമാ, ഇഫ്അലൽതുന്ന, ഇഫ്അലൽതു, ഇഫ്അലൽനാ, ഇഫ്അല്ല, യഫ്അല്ലു. പിന്നെ യഫ്അല്ലു മുളാരി നോക്കുങ്ങൾ. യഫ്അല്ലു, ഇഫ്ഇലാലൻ അംർ. യഫ്അല്ലു അങ്ങനെ തന്നെ സർഫാക്കുന്നുണ്ട്. യഫ്അല്ലു, യഫ്അല്ലാനി, യഫ്അല്ലൂന, തഫ്അല്ലു, തഫ്അല്ലാനി, യഫ്അലിൽന. ആ അല്ല, തഫ്അല്ലു, തഫ്അല്ലാനി, യഫ്അലിൽന, തഫ്അല്ലു, തഫ്അല്ലാനി, തഫ്അല്ലൂന, തഫ്അല്ലീന, തഫ്അല്ലാനി, തഫ്അലിൽന, അഫ്അല്ലു, നഫ്അല്ലു. അല്ലല്ല, അവിടെ മഅറൂഫിൽ അവസാനത്തതിന് മുമ്പ് അധികത്തിൻ്റെ എന്തായിരിക്കും? കസ്റായിരിക്കും. ഏറെക്കുറെ കസ്റ എല്ലാത്തിൻ്റെയും അവസാനത്തിന് മുമ്പ് ആ രൂപത്തിലാണ് അവിടെ വരിക. ഫഅല യുഫഇലു, ഫഅല യുഫഇലു, ഇസ്തഫഅല യസ്തഫഇലു. ഇനി അവിടുത്തെ പറയാം ഇഫ്തഅല യഫ്തഇലു, തഫഅല യതഫഅലു, തഫാഅല യതഫഅലു. അതിൻ്റെ മാത്രമേ എന്തുള്ളൂ? അവസാനത്തേന് ഫത്ഹുള്ളൂ. അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ഹുള്ളൂ. ഇവിടെ കസ്റായിട്ട് വരും. അപ്പോൾ ഇഫ്അല്ല യഫ്അല്ലു ഇഫ്ഇലാലൻ. നമ്മൾ അതിൻ്റെ മസ്തർ നോക്ക്. ഇഫ്ഇലാലൻ, ഇഫ്ഇലാലൻ ബാബ് എന്നാണ് ഇതിന് പറയാം. ഇഫ്ഇലാലൻ ഫഹുവ മുഫ്അല്ലുൻ. ഇത് ലാസിമാണ് കേട്ടോ, ഇതിന് മഫ്ഊൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ സർഫാക്കേണ്ട രൂപം പറയുന്ന സമയത്ത് അതിൻ്റെ മഫ്ഊൽ എങ്ങനെ വരും എന്നുള്ളതും കൂടി ഇവിടെ ഒന്ന് പറയും. വഫ്ഉല്ല, മജ്ഹൂൽ നോക്കുമ്പോൾ വഫ്ഉല്ല, യുഫ്അല്ലു ഇഫ്ഇലാലൻ ഫഹുവ മുഫ്അല്ലുൻ, അൽ അംറു മിൻഹു ഇഫ്അല്ല വന്നഹിയു ലാ തഫ്അല്ല. നഹ്വു യഹ്മറ, യഹ്മറു, ഇഹ്മിറാറൻ ഫഹുവ മുഹ്മറുൻ, വഹ്മുറ യുഹ്മറു, ഇഹ്മിറാറൻ ഫഹുവ മുഹ്മറുൻ. അപ്പോൾ അവിടെ രണ്ടും ഒരേപോലെ കാണുന്നുണ്ടോ? കണ്ടോ റാഫിക? ആ അതെ. അപ്പോൾ അതിൻ്റെ സങ്കല്പനയിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് മുഫ്അലിലുൻ എന്ന് വരിക. ഏത്? ഇസ്മു ഫായിലാവുമ്പോൾ മുഫ്അലിലുൻ വരും, മറ്റേത് മുഫ്അലലുൻ വരും. മനസ്സിലായോ? ആ അതായത് ഇസ്മു ഫായിൽ വരുമ്പോൾ മുഫ്അലിലുൻ, മുഫ്അലിലുൻ വരും. ഇസ്മഫൂൽ ആകുമ്പോൾ മുഫ്അലലുൻ എന്നൊക്കെ വരും. അത് സങ്കല്പനയിൽ. പക്ഷെ അത് അങ്ങനെ പറയില്ല, ഇങ്ങനെ തന്നെ പറയും. മുഫ്അലുൻ തന്നെ രണ്ട് സമയത്തും പറയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? സങ്കല്പനയിൽ ഇങ്ങനെയാണ് എന്ന് പറയും. ഇസ്മു ഫായിലാവുമ്പോൾ അതിൻ്റെ സങ്കല്പന എങ്ങനെയാണ്? ആ അതെ, സന്ദർഭം നോക്കിയിട്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്തില്ല, ഇതിൽ മജ്ഹൂല് വരില്ല, ഇസ്മഫൂൽ ഇതിന് വരില്ല, ഓൾറെഡി വരില്ല. നമ്മളങ്ങനെ എന്താ ചെയ്യുക? പറയുമ്പോൾ ഓർഡർ അനുസരിച്ച് വരുന്ന സമയത്ത് നിയമം അനുസരിച്ച് അതിൻ്റെ ഇസ്മുഫായിൽ അവസാനത്തിന് മുമ്പ് കസ്റും ഇസ്മഫൂൽ അവസാനത്തിന് മുമ്പ് ഫത്ഹുമായിട്ട് പറയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ മുഹ്മറുൻ, മുഹ്മരിറുൻ വരും ഇസ്മുഫായിൽ, മറ്റേത് മുഹ്മററുൻ വരും. അൽ അംറു മിൻഹു ഇഹ്മറ വന്നഹിയു ലാ തഹ്മർ. ഏത്? ആ എങ്ങനെ? അല്ല അങ്ങനെ, അത് ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണ് സ്ഥലമാണ്. അത് ഇദ്ഗാം ചെയ്യൽ അതെ അതെ, അത് 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 ഈ ഒരു നിയമപ്രകാരം പറയാം നമ്മൾ. ഏത്? ഇസ്മുഫായിലാകുന്ന സമയത്ത് അവസാനത്തിന് മുമ്പ് കസ്റായിരിക്കും, ഇസ്മഫൂലാകുമ്പോൾ അവസാനത്തിന് മുമ്പ് ഫത്ഹായിരിക്കും. ആ നിയമമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുക. അതെല്ലായിടത്തും അങ്ങനെ തന്നെ. തഫഅലു എന്നുള്ളതിൻ്റെ ഇസ്മുഫായിൽ എന്താ? മുത്തഫഇലുൻ ആണ്. ഇസ്മഫൂല് മുത്തഫഅലുൻ. അഫ്അല യുഫ്ഇലുൻ്റെ മുഫ്ഇലുൻ, ഇസ്മഫൂല് മുഫ്അലുൻ. ഫഅല യുഫഇലുൻ്റെ ഇസ്മുഫായിൽ മുഫഇലുൻ, ഇസ്മഫൂല് മുഫഅലുൻ. അതങ്ങനെ തന്നെ, കസ്ർ തന്നെയാണ്. അവസാനത്തിന് മുമ്പുള്ളത് കസ്ർ ഇസ്മുഫായിലാവുമ്പോൾ, അവസാനത്തിന് മുമ്പുള്ളത് ഫത്ഹ് ഇസ്മഫൂലാവുമ്പോൾ. ആ തിയറി ഇവിടെയും വരും. അപ്പോൾ ഒന്ന് സർഫാക്കി. ഇത് ഖല്ല, റാഫിക ഇത് ഖല്ല എന്ന് പറയും.
സുബൈർ എളുപ്പമുള്ളത് പറയാം. ഇസ്വദ്ദ. ആ ആ യെസ് ആ ആ ആ ഹക്കീം ക ഇബിയല്ല. എവിടെ ഹക്കീം ക? പുറത്താ? ഉബിയുള്ള ഉബിയുള്ള അയിനല്ല കേട്ടോ, യാണ് പറഞ്ഞിട്ടോ. ഹക്കീം ക ഇബിയല്ല അയിനല്ല. ഇബിയല്ല വെളുത്ത നിറമായിരുന്നു. ഇബിയല്ല യബിയല്ലു ഇബിയിലാലൻ ഫഹുവ മുബിയല്ലുൻ വബിയുള്ള യുബിയല്ലു ഇബിയിലാലൻ ഫഹുവ മുബിയല്ലുൻ. അല്ലംറു മിൻഹു. യെസ്, വെരി ഗുഡ്, ക്ലിയർ. ആ വെളുത്തതായി. വെളുപ്പിച്ചു എന്നല്ല, വെളുപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിന് മഫൂല് പറയും. ഞാൻ ആരെ വെളുപ്പിച്ചു, ഞാൻ അദ്ദേഹത്തെ വെളുപ്പിച്ചു എന്ന് പറയാലോ. ഇത് വെളുത്തതായി ലാസിമാണ്. ഇപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ലാസിമാണല്ലോ. മരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മുത്തഅദ്ദിയാണ്. അപ്പോൾ അതിന് ആ ഇബിയ ഇസ്വദ്ദ വെളുപ്പിച്ചു എന്നല്ല, വെളുത്തവതായി, വെളുത്ത അവസ്ഥയിലായി. ഇസ്വദ്ദ എന്ന് പറഞ്ഞാൽ കറുത്ത അവസ്ഥയിലായി, മുഖം കറുത്തുപോയി എന്നൊക്കെ പറയല്. ഇബിയല്ലത്തു വുജൂഹും, അവരുടെ മുഖം പ്രകാശിച്ചു, വെളുത്തതായി, ഇവിടെ മുഖം കറുത്തു. ആ വിവർണം എന്ന് പറഞ്ഞാൽ അതൊരു മോശാർത്ഥത്തിലാണ് നമ്മൾ പറയാം. അതായത് ഇത് തെളിഞ്ഞു, മുഖം തെളിഞ്ഞു, മുഖം തെളിഞ്ഞ ആളുകൾ. വെളുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ വെളുപ്പ് എന്നുള്ള ഉദ്ദേശത്തിലല്ല മുഖം വെളുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മുഖം തെളിഞ്ഞു. മറ്റേ മുഖം കറുത്തു എന്ന് പറഞ്ഞാൽ ഒരു പേടി കൊണ്ടും അല്ലെങ്കിൽ വിഷമം കൊണ്ടും കറുത്തുപോയി. ആ ഭാഗങ്ങൾക്കൊക്കെ ഇതാണ് ഉപയോഗിക്കുക. ഇഹ്മറ, ഇബിയല്ല, ഇസ്വദ്ദ, അതങ്ങനെ വരിക. ഇഹ്മറ ചുവന്നു, ഇഹ്മറത്ത് വുജൂഹും, അവരുടെ മുഖം ചുവന്നു. അതാ അതെ അതെ, ദേഷ്യം കൊണ്ട് ചുവന്നു എന്നൊക്കെ പറയാലോ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ആരാ നമ്മുടെ അഫ്സലില്ലേ? ഓക്കെ അല്ലേ അഫ്സലേ? ഫാറൂഖ് ഭായ് പുറത്താണോ? എളുപ്പമാണല്ലോ അല്ലേ, സർഫാക്കാൻ എളുപ്പമാണല്ലോ, നമ്മളിത് പറഞ്ഞു പോയതാണ്. ഓക്കെ, അത് മാറിപ്പോരുതേ. ഇഹ്മറ യഹ്മറു, നമ്മൾ സർഫാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓരോ ഫീലുകളും ഇതിൽ വെച്ച് നോക്കണം. ഇപ്പം നസറ ആണെങ്കിൽ ഇൻസറ, അതന്നെ അതിൻ്റെ ഒരു ഇതിലുണ്ട് വെച്ച് കൊടുത്താൽ ഇൻസറ. ഈ എന്നുള്ളത് തുടക്കത്തിൽ അധികം എല്ലാത്തിനും വരും. പിന്നെ അതിൻ്റെ ലാം ഫീല്, ലാമായിട്ട് വരുന്ന അക്ഷരവും എന്ത് ചെയ്യും? അധികം വരും. ഇൻസറ യൻസറു ഇൻസിറാറൻ, ഇഖ്തല്ല യഖ്തല്ലു ഇഖ്തിലാലൻ, ഇൽറബ്ബ യൽറബ്ബു ഇൽറിബാബൻ. അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇതേ രൂപത്തിൽ ഇങ്ങനെ സർഫാക്കി നോക്കണം. അടുത്ത നോക്കണം, അടുത്ത എളുപ്പമാണ്. അൽബാബു താസിയോ, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ 8ാമത്തെ ബാബ് ഉണ്ടല്ലോ, 8ാമത്തെ ബാബ് വളരെ കുറഞ്ഞ പദങ്ങളേ ഉള്ളൂ. ഈ 9ാമത്തെ ബാബ് കുറച്ച് കൂടുതൽ പദങ്ങളാണ്. ഇസ്തഫഅല, ഇതിൽ 6 അക്ഷരമുണ്ട്, ടോട്ടൽ 6 അക്ഷരം. അപ്പോൾ 3 എണ്ണം സായിദയാണ് ഇത്, 3 എണ്ണം സായിദയായിട്ട്.
ഏതൊക്കെ മൂന്നെണ്ണം? ആദ്യം പറഞ്ഞ മൂന്നെണ്ണം. ഒരു അലിഫും ഒരു സീനും ഒരു താവും. ഇസ്തഫ്അല, ഇസ്തൻസറ ഉണ്ടോ? ഇസ്തഫ്അല, ഇസ്തൻസറ. ആ മൂന്നെണ്ണം, ആദ്യത്തെ മൂന്നെണ്ണം വെട്ടിപ്പോയാൽ നമുക്ക് അതിന്റെ അസില് കിട്ടും. ഇസ്തഅമല, ഇസ്തഅലമ. അത് പറയാം, അത് ഇതോടല്ല, അത് പറയാം, അത് വേറെ ഭാഗമാണ്. ഇത് നസ്തഈൻ, നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇസ്തഖ്റജ, ഇസ്തഖ്ബല, ഇസ്തദ്ബറ, ഇസ്തജ്ലസ, ഇസ്തഖ്തഅ, ഇസ്തദ്ഖല ഒക്കെ പറയും. ഇതിനൊരു തേടി എന്നൊരർത്ഥം വരും. തേടി, സീനും താവും ഒരു തേട്ടത്തിനെ കുറിക്കുന്ന. ഇസ്തഅമല എന്ന് പറഞ്ഞാൽ, ഇസ്തഅമല എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചു, അതായത് ഒരു പ്രവർത്തനത്തെ തേടി. അർത്ഥം പറയുമ്പോൾ ഒരു പ്രവർത്തനത്തെ എന്ത് ചെയ്തു? നമ്മൾ തേടി. ഇസ്തആന, സഹായം തേടി. ഇസ്തൻസറ, അതും സഹായം തേടി. ഇസ്തആന, ഇസ്തആനന്റെ യസ്തഈനു, അതിന്റെ മുളാരി യസ്തഈനു എന്ന് വരിക. അത് നമ്മൾ ഔന് എന്നാണ് വരിക അതിന്റെ മസ്ദർ. അപ്പോൾ അത് നമ്മൾ കാല പറഞ്ഞില്ലേ, കാല, അതേപോലെ തന്നെ ആനായി മാറും. ഔന്, അതാണ് കൗല്, ഔന്, ഇസ്തആന. അപ്പൊ ഇവിടെ അത് ആന യുഈനു ഇആനത്ത്, അത് ഇതും തന്നെയാണ്. ഈ ആനന്റെ ഇഫ്ആലം ബാബാണ് ഈ ആനത്ത്. ആന യുഈനു, സഹായിച്ചു. ആന, സഹായിച്ചു എന്ന് പറഞ്ഞാൽ സഹായം നൽകി എന്നല്ല പറഞ്ഞു, സഹായം നൽകി. അപ്പോൾ നമ്മൾ സഹായിച്ചു. സഹായം എന്ന് പറഞ്ഞ പ്രവർത്തനം നമ്മൾ ചെയ്തു, ഒരാൾക്ക് സഹായം കൊടുത്തു. അപ്പോൾ ഇസ്തഫ്അല സർഫാക്കാൻ, മാദി സർഫാക്കാൻ പണിയൊന്നുമില്ല. ഇസ്തഫ്അല, ഇസ്തഫ്അല, ഇസ്തഫ്അലു, ഇസ്തഫ്അലത്ത് നമ്മൾ നേരത്തെ പഠിച്ച മീസാനിൽ പഠിച്ച അതേ രൂപത്തിൽ തന്നെ പറയാം, കുഴപ്പമൊന്നുമില്ല. യസ്തഫ്ഇലു, യസ്തഫ്ഇലു, യസ്തഫ്ഇലാനി, യസ്തഫ്ഇലൂന, തസ്തഫ്ഇലു, തസ്തഫ്ഇലാനി, യസ്തഫ്ഇൽന, തസ്തഫ്ഇലു, തസ്തഫ്ഇലാനി, തസ്തഫ്ഇലൂന, തസ്തഫ്ഇലീന, തസ്തഫ്ഇലാനി, തസ്തഫ്ഇൽന, അസ്തഫ്ഇലു, അസ്തഫ്ഇലു, നസ്തഫ്ഇലു. അപ്പോൾ അല്ലാഹുവിനോട് നമ്മൾ സഹായം ചോദിച്ചു, അല്ലേ? ഇയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു, സഹായം തേടുന്നു, സഹായം ആവശ്യപ്പെടുന്നു. ഇസ്തിഫ്ആലൻ, മസ്ദർ. അപ്പോൾ ഇതിന് ബാബ് നമ്മൾ മസ്ദറിന്റെ പേരിട്ടിട്ടാണ് വിളിക്കുക കേട്ടോ. ഇസ്തിഫ്ആലൻ ബാബ് എന്ന് പറയാം. ഫഹുവ മുസ്തഫ്ഇലുൻ, കണ്ടോ? ഇസ്മു ഫായിൽ നോക്ക് നിങ്ങൾ, മുസ്തഫ്ഇലുൻ. ഇസ്തഫഅല വസൻ എന്ന് പറയും. ഈ ഒരു ബാബിന് നമ്മൾ പേരിടല് ബാബുൽ ഇസ്തിഫ്ആൽ എന്നാണ് ഇതിന്റെ പേര്. ഈ ബാബിന്റെ പേര് അങ്ങനെ പറഞ്ഞു, മസ്തർ കൊണ്ടാണ് നമ്മൾ പേരിടുക. കാരണം മസ്തർ അടിസ്ഥാന മസ്തറാണ്, നമ്മൾ പറഞ്ഞല്ലോ. മസ്തർ ഇസ്തിഗാസത്തിൽ വരും. ഇസ്തഗാസ, യസ്തഗീസു, സഹായം തേടുക. ഇസ്തിഗാസ, അതിന്റെ മസ്തർ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തായതുകൊണ്ട് നമ്മുടെ ഐൻഫീൽ മുഅത്തല്ലായതുകൊണ്ട് ഇസ്തിഗാസത്ത് എന്ന് പറയും. ഇസ്തിആനത്ത്, ഇതുപോലെ ഇആനത്ത് എന്നല്ല പറയാം. നമ്മളവിടെ മസ്തർ ഇഫ്ആലൻ എന്നാണ് ശരിക്കും മസ്തർ. അഫ്അല യുഫ്ഇലു ഇഫ്ആലൻ എന്നാണ്. പക്ഷെ ആന യുഈനു ഇആനത്തൻ എന്നാണ് മസ്തർ വരിക. അത് ഐൻഫീൽ ലഈഫായ ലെറ്റർ യാ ആയതുകൊണ്ട് വന്നു പോയതാണ്. ഇവിടെയാണ് തന്നെ ഇസ്തആന യസ്തഈനു ഇസ്തിആനത്തൻ, ഇസ്തഖാല യസ്തഖീലു ഇസ്തിഖാലത്തൻ. ഇപ്പൊ പറഞ്ഞ പോലെ ഇസ്തഗാസ യസ്തഗീസു ഇസ്തിഗാസത്തൻ എന്നാണ് മസ്ദർ വരിക. മുസ്തഫ്ഇലുൻ, കണ്ടോ? ഇസ്മഫൂലൊക്കെ നിങ്ങൾ അവസാനത്തിന് മുമ്പ് കസ്ർ. വസ്തുഫ്ഇല യുസ്തഫ്അലു ഇസ്തിഫ്ആലൻ ഫഹുവ മുസ്തഫ്അലുൻ, കണ്ടോ? ഇസ്മഫൂല് അവസാനത്തിന് മുമ്പ് ഫത്ഹ്. അൽ-അംറു മിൻഹു ഇസ്തഫ്ഇൽ വന്നഹ്യു ലാ
തസ്തഫ്ഇൽ. അതിൻ്റെ ഉദാഹരണം ഇസ്തഖ്റജ. ഇസ്തഖ്റജ യസ്തഖ്രിജു. ഇസ്തഖ്റജ യസ്തഖ്രിജു ഇസ്തിഖ്റാജൻ. കണ്ടോ? ഇസ്തഖ്റജ യസ്തഖ്രിജു ഇസ്തിഖ്റാജൻ ഫഹുവ മുസ്തഖ്രിജുൻ. വസ്തുഖ്രിജ യുസ്തഖ്റജു ഇസ്തിഖ്റാജൻ ഫഹുവ മുസ്തഖ്റജുൻ. അൽ അംറു മിൻഹു ഇസ്തഖ്രിജ് വന്നഹിയു ലാ തസ്തഖ്രിജ്. സിമ്പിളാണ്. അതിൽ ഈ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സർഫാക്കാൻ കഴിയും. ഇസ്തഫഅല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇസ്തിഗാസത്തുൻ മസ്ദർ. മസ്ദറാണ്. തൻവീന് വന്നാൽ അത് ഇസ്മായിരിക്കും. മസ്ദർ ഇസ്മാണ്. തൻവീന് വന്നാൽ അത് എന്തായിരിക്കും? ഇപ്പോൾ ഈ അലിഫ്ലാം അൽ ഇസ്തിഗാസ എന്ന് പറയും, അതുപോലെ ഇസ്തിഗാസത്തുൻ എന്ന് പറയും. അപ്പോൾ അത് ഇസ്മൻ മസ്ദറുമാണ്. അപ്പോൾ നേരെ മറിച്ച് മാദിയായ ഫെയിലിൽ തൻവീന് വരില്ല, എന്തും വരില്ല, അലിഫ്ലാമും വരില്ല. മുലാരിയായ ഫെയിലിൽ തൻവീന് വരില്ല, അലിഫ്ലാമും വരില്ല. അപ്പോൾ ഇസ്മിൻ്റെ അടയാളമാണ്. അപ്പോൾ ഇവിടെ നമുക്കങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ മുസ്തഖ്രിജുൻ കണ്ടോ? തൻവീനാണ്, അത് ഇസ്മാണ്. മുസ്തഖ്രിജുൻ അത് തൻവീനുണ്ട്. അപ്പോൾ അത് മുസ്തഖ്രിജുൻ എന്ന് പറഞ്ഞാൽ ഇസ്മു ഫായിലാണ്, ഇസ്മാണത്. മുസ്തഖ്റജുൻ അതും തൻവീനുണ്ട്, അത് ഇസ്മു മഫൂലാണ്. അപ്പോൾ അതിലെന്തുണ്ട്? തൻവീനും അലിഫ്ലാമൊക്കെ ഒന്ന് ചേരും. അൽ മുസ്തഖ്രിജു വായിക്കണമെന്നില്ല. ക്ലിയർ അല്ലേ? സർഫാക്കി. ഇസ്തൻസറ. ഇസ്തൻസറ എന്ന് സർഫാക്കി. സുബൈറില്ല, കേൾക്കുന്നില്ലേ? ഇസ്തദ്ഖല. ഇസ്തദ്ഖല ദഖല എന്നാണ് പേര്. അതിന്റെ അസ്ല് ദഖല. ദാല് ഖാ ലാം. യസ്തദ്ഖിലു മുസ്തദ്ഖിലുൻ. സംസുഖന്ന ഇല്ല. അഫ്സലെ ഇസ്തക്ബറ. ഇസ്തക്ബറ കബറ ട്ടോ. കാഫ് ബാ റ. ഇസ്തക്ബറ.
ഇസ്തക്ബർ എന്ന് സർഫാക്കിയ. നമ്മുടെ ഫറൂഖ് ഭായ് സർഫാക്കി കൂടെ ഇസ്തദ് ബറാട്ട. ഇസ്തദ് ബറ. ഇസ്തദ് ബറ. നിങ്ങൾ കടന്നോളി, സമയക്കും ഇത്രയും നേരം എവിടെ ഇരുന്നു. ആ വലിയ ചൂട് കൊടുത്തു. ഓക്കെ. ഇസ്തദ്ബിർ അന്നഹിയുല തസ്തദ്ബിർ. ഓക്കെ, സിമ്പിളാണ്. ഇനി അതിൻ്റെ അമ്പറന്ന് സർഫാക്കാരെ പറയും കേട്ടോ. ഇസ്തഖ്രിജ് എന്ന അമ്പറന്ന് സർഫാക്കാണ് റാഫിക്ക. ഇസ്തഖ്രിജ്. അമ്ര ഇസ്തഖ്രിജ് എന്നതിൻ്റെ അത് സർഫാക്ക. നമ്മൾ അമ്രു പറഞ്ഞില്ലേ, അൽ അമ്രു മിൻ ഇസ്തഖ്രിജ്. അല്ലല്ല, ഇപ്പൊ പറഞ്ഞ ഇസ്തഖ്രിജ് അതിന്റെ അമ്രു സർഫാക്ക. നമ്മൾ ഇഫ് അൽ ഇഫ് അല ഇഫ് അലു ഇഫ് അലി ഇഫ് അല ഇഫ് അൽനാന്ന് വന്നില്ലേ, അതേപോലെ ഇസ്തഖ്രിജ് എന്നുള്ള അമ്രു സർഫാക്ക. ആ മാലിയിലെ മാലിയിലേക്ക് പോയത്. ഇസ്തഖ്രിജ് ഇസ്തഖ്രിജ് ഇസ്തഖ്രിജ ഇസ്തഖ്രിജു. അത് ശരി. ഇസ്തഖ്രിജി. ആ ഇസ്തഖ്രിജ ഇസ്തഖ്രിജ്ന. അല്ലല്ല, ഇസ്തഖ്രിജ്ന. അതെ, അതാ പറഞ്ഞത്. ഇതും എന്താണ് അമ്പർ സർഫാക്കണം, സർഫാക്കണം. നമ്മൾ ലാ തസ്തഖ്രിജ് നഹിയാണ്, നഹിയെ ഹാദിർ. ലാ തസ്തഖ്രിജ് ലാ തസ്തഖ്രിജ ലാ തസ്തഖ്രിജു ലാ തസ്തഖ്രിജി ലാ തസ്തഖ്രിജ ലാ തസ്തഖ്രിജ്ന. ഇതുപോലെ ലാ തഫ്അൽ ലാ തഫ്അല ലാ തഫ്അലു ലാ തഫ്അലി ലാ തഫ്അല ലാ തഫ്അൽന സർഫാക്കുന്ന പോലെ. അത്രേ ഉള്ളൂ. അതായത് നമ്മൾ മീസാനിൽ പഠിച്ച ഭാഗം എവിടെ നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം. അപ്പോഴാണത് അതെ അതിന്റെ കാര്യം ശരിയാവുള്ളൂ. ആ ആ ഇസ്തഖ്രിജ് ഇസ്തഖ്രിജി ഇസ്തഖ്രിജ ഇസ്തഖ്രിജ്ന. അല്ലല്ല, ഇസ്തഖ്രിജ്ന. ഇതുപോലെ ഇഫ്അൽ ഇഫ്അല ഇഫ്അലു ഇഫ്അലി ഇഫ്അല ഇഫ്അൽന. ഓക്കെ അല്ലേ? നോക്കണേ. ഓ, കറക്റ്റ് പേജാ നമുക്ക് കിട്ടിയാണ്. ആ എന്നാ പറയും. ബിസ്മില്ലാ. പറഞ്ഞോളി. ഫസ്റ്റ് വരിയില് രണ്ട് ഫീലുകളുണ്ട്. ഫസ്റ്റ് വരിയില് ഏതാ? രണ്ട് ഫീലുകൾ ഫസ്റ്റ് വരിയിലുണ്ട് ഖുർആൻ. ഒന്ന് യദ്രിബു. ഓക്കെ, ഒന്ന് യദ്രിബു, ക്ലിയർ. പിന്നെ ആ മറ്റൊന്ന് തുഅതി അല്ലേ? അഅത യുഅതി. അഅത യുഅതി എന്ന് പറയാം. അതിന്റെ ഇപ്പോൾ ഇത് തുഅതി എന്നുള്ളതും അതുപോലെ യദ്രിബു എന്നുള്ളതും അല്ലേ? ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടോ? ബാക്കിയൊക്കെ അതിൽ ഇസ്മുകളാണ്. ഉക്കുലഹ. ഇലാഫത്ത് എന്നുള്ളത് ഇസ്മിന്റെ പ്രത്യേകതയാണ്.
ഇസ്മിൻ്റെ ഒരു പ്രത്യേകതയാണ് തൻവീൻ ഉണ്ടാകുക, അലിഫ്ലാം ഉണ്ടാകുക, ഇലാഫത്ത് ചെയ്യുക എന്നുള്ളത്, ചേർക്കുക എന്നുള്ളത്. അപ്പോൾ ഇതെൻ്റെ ഫോണ്. അപ്പോൾ ഈ ഫോണിലേക്ക് എൻ്റെ എന്ന് ചേർക്കുക, എൻ്റെ ഫോൺ എന്ന് പറയാം. പിന്നെ എൻ്റെ പെൻ, എൻ്റെ കിതാബ്, എൻ്റെ തൊപ്പി, എൻ്റെ കുപ്പായം, അങ്ങനെ നമുക്ക് ചേർത്ത് ചേർത്ത് പറയാൻ പറ്റും. അല്ലെങ്കിൽ സെയ്ദിൻ്റെ കുപ്പായം, അംറിൻ്റെ തൊപ്പി, അവൻ്റെ പുസ്തകം, അങ്ങനെ പറ്റണതൊക്കെ എന്തായിരിക്കും ഇസ്മായിരിക്കും. ഉക്കുലഹ, ഉക്കുല എന്നുള്ളത് ഇസ്മാണ്, ഹ എന്നുള്ളത് ഇസ്മാണ്, കുല്ല എന്നുള്ളത് ഇസ്മാണ്, ഹീനിൻ എന്നുള്ളത് ഇസ്മാണ്. ബി എന്നുള്ളത് ഹറഫ്. ബി ഇതിനി നമ്മൾ അവാമിൽ പഠിക്കുന്നു. ബി ഇതിനി, ബി ജെറിയുന്ന അക്ഷരാണ്, ഇതിനി മജ്റൂറാണ്. റബ്ബി മുലാഫിലെ ഇസ്മാണ്, ഹ എന്നുള്ളത് ലമീർ ഇസ്മാണ്, വ എന്നുള്ളത് ഹർഫാണ്. യദ്രിബുല്ലാഹു, അള്ളാഹു എന്നുള്ളത് പിന്നെ അറിയാലോ ഇസ്മാണ്. അൽ അംസാല അത് അതിൻ്റെ മഫൂലാണ്, അതും ഇസ്മാണ്. അലിഫ്ലാമുണ്ട്. ലിന്നാസി ജാർ മജ്റൂർ, ലി അന്നാസി, ലഅല്ലഹും, ഇന്ന അന്ന ക അന്ന ലാക്കിന്ന ലൈത്ത ലഅല്ല, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവാമില്ലേ, ഓർക്കുന്നുണ്ടോ? ഇന്നയും ഇന്നത്തെ സഹോദരിമാരും ഹും യതദക്കറൂൻ, അതേതാ ഫീല്? യതദക്കറൂൻ. യെസ്, തദക്കറ, തഫഅല യതഫഅലു, നമ്മൾ പഠിച്ച പോലെ തഫഅല. മനസ്സിലായല്ലേ റാഫിക? തദക്കറ യതദക്കറു, അത് യതദക്കറു, യതദക്കറാനി, യതദക്കറൂന. അപ്പോൾ ഒറ്റ ആയത്തിൽ നമ്മൾ 3 ഫീലുകൾ പഠിച്ചു. അപ്പോൾ മസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസത്തിൻ ഉജ്തുസ്സത്ത്, ഉജ്തുസ്സത്ത് മിൻ ഫൗഖിൽ അർദി മാലഹാ മിൻ ഖറാർ. ഇതൊരു ഫീലാട്ടോ. ഫീലിൻ്റെ ഒരു പ്രത്യേകത ആണ് ഈ സുക്കൂനുള്ള താ ഉണ്ടാവും എന്നുള്ളത്. സുക്കൂനുള്ള ഈ താ ഫീലിലേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഏതൊരു ഫീൽ ഇട്ട് നോക്കിയാലും അതിലത് വരും. ഇപ്പോൾ ഫഅല, ഫഅലയിൽ അത് പ്രവേശിക്കൂലേ, ഫഅലത്ത് എന്ന് പറയും. കതബ, കതബത്ത്, സബത, സബതത്ത്. മാദിയായ ഫീലിന്റെ അടയാളാണ് ഏത്? സുക്കൂനുള്ള തൈനീസിന്റെ താവ് വരിക എന്നുള്ളത്. ഇസ്മിലും തൈനീസിന്റെ താവ് വരും കേട്ടോ. അത് മജ്ഹൂലാണ്. ഇജ്തസ്സ, ഇജ്തസ്സ എന്നാണ് അതിന്റെ മഅറൂഫ് വരിക. ഇഫ്താലം ബാബാണ്. ഇഫ്താല ഏതാ ബാബ്? ഇഫ്താല ബാബ്. ജസ്സ എന്നാണ്. ജസ്സ അല്ല, തായിനല്ല ചദ്, സായിനാണ് ചദ്. സായിൻ അല്ലല്ല, ജത്ത, ജത്തസാന്ന അപ്പൊ ഫീല് വരേണ്ടത്. ജത്തസാന്നല്ല ഫീല്, ജസ്സാന്നാണ്. അവിടെ അപ്പൊ അധികമായത് വന്നത് ഒന്ന് അലിഫും ഒന്ന് താവുമാണ്. ഏതുപോലെ ഇജിത്തമഴയിൽ അങ്ങനെയല്ല വന്ന്. ഇജിത്തമഴയിൽ എന്ത് വന്നു? നമ്മൾ അലിഫും ഒരു താവും വന്നില്ല. അതേപോലെ തന്നെ ഇവിടെയും അലിഫും താവുമാണ് സായിദ. ജസ്സ എന്നാണ്. ജസ്സ ഉജുത്തുസ. അർത്ഥം നമുക്കൊന്ന് നോക്കിയിട്ട് പറയാം. ആയത്തല്ലേ? അപ്പൊ അവിടെ റാഫിക അല്ലല്ല, ഇഫ്താല ബാബു. അതാണ് ഒന്നുകൂടി പറഞ്ഞു. അതായത് ഇത് ഇത് ഐൻഫീലും ലാംഫീലും ഒന്നാണ് ഇവിടെ. സ, ജസ്സ, മദ്ദ, ഇംതദ്ദ എന്ന് പറയും. ഇംതദ്ദ അതെന്തല്ല, തോന്നിപ്പോവും. യെസ് യെസ്, വെരി ഗുഡ്. തോന്നും, പക്ഷെ തോന്നണത് അവിടെ ശരിയാവാൻ പാടില്ല. ഇംതദ്ദ, ഇംതദ്ദ ഉണ്ടോ? മദ്ദ എന്നാണ് അത് ഉണ്ടാകുക. മദ്ദ എന്നാ മാതിയായ ഫീൽ ഉണ്ടാകുക. അതിന്റെ സുലാസിയാണ് മസീദ് ഫീഹി ഇംതദ്ദ. അതേപോലെ ഇജ്തസ്സ അതിന്റെ മജൂലാണിത്. പിന്നെ അടുത്ത ആയത്ത് നോക്കി. ഇതാ അടുത്ത ആയത്തിലുണ്ടോ? ഓ സബ്ബത്ത, യെസ്, സബ്ബത്ത യുസബ്ബിത്തു. പിന്നെ യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി. പിന്നെ വേറെ ഫീൽ ഉണ്ടായില്ലേ? ബിൽ ഖൗലി സാബിത്തി ഫിൽ ആമന, ആമന, ആമനു. യെസ്. പിന്നെ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറതി വ യുദില്ലുല്ലാഹു ളാലിമീൻ. ഉണ്ടാ ഇല്ലേ? ഇത് ഇതാണേ.
മറ്റേ അല്ല, ഇത് നമ്മൾ തൽക്കീൻ ചെല്ലുമ്പോൾ ലാസ്റ്റ് പറയും. ഖബറിനെ സബ്ബത്തക്കല്ലാഹു ബിൽ ഖൗലി സാബിത്, സബ്ബത്തക്കല്ലാഹു ബിൽ ഖൗലി സാബിത്. പെണ്ണാവുമ്പോൾ സബ്ബത്തക്കില്ലാഹു ബിൽ ഖൗലി സാബിത്. ഇവിടെ നോക്കി, വയുദില്ലു അളല്ല യുദില്ലു, മറന്നുപോയോ? അളല്ല, ഇത് ലല്ല എന്നാണ് ഫീല്, അതിന്റെ ഇഫ് അലമബ് അളല്ല യുദില്ലു. ഇതെവിടെ കാണുന്നില്ല? പഴപ്പിച്ചു. ലല്ല എന്ന് പറഞ്ഞാൽ പഴച്ചു, അളല്ല പഴപ്പിച്ചു. കാണുന്നില്ലേ ഫാറൂഖ് ഭായ്? കാണുന്നില്ലേ? ലാലിമുൻ ലാലിമാനി ലാലിമൂന, ഇത് മഫൂൽ ആയതുകൊണ്ട് ലാലിമീന എന്ന് പറഞ്ഞു. യാവ് കൊണ്ടാണ് നിസ്ബ. വയഫ്അലുല്ലാഹു മാ യശാഉ, കണ്ടോ? അലുല്ലാഹു മാ യശാ, രണ്ട് മുദാരിയ ഫീൽ, യഫ്അലു ശാഅ യശാഉ, ശാഅ യശാഉ. അടുത്ത് നോക്ക്, അലം തറ ഇലല്ലദീന, റഅ എന്നുള്ളതിൻ്റെ മുദാരിയാണത് യറാ എന്നുള്ളത് വരെ. യറാ എന്നുള്ളതിന് യറാ യറയാനി യറൗന, തറ തറയാനി യറൈന, തറ ആ തറയാണ് അവിടെ. അപ്പം ലം ആയതുകൊണ്ട് അവസാനത്തെ അലിഫും കൂടിയാണ് കളഞ്ഞത്. അപ്പം അലം തറ, രണ്ടക്ഷരമേ ഉള്ളൂ, പക്ഷെ അത് മുദാരിയാക്കി. ഇല്ലല്ല, തറ തറയാനി, രണ്ടുപേരാകുമ്പോൾ തറയാനി തന്നെ പറയണം, തറയാനി. ഇല്ലല്ല ഇല്ലല്ല, യായി നമ്മൾ പറഞ്ഞല്ലോ, ഫത്ത്ഹ് വരാനാണ് കുഴപ്പമില്ല, ഫത്ത്ഹ് വന്നാൽ കുഴപ്പമില്ല. യായിന് വാവിലേക്കും തന്നെ ഫത്ത്ഹ് വന്നാൽ കുഴപ്പമില്ല. ഫത്ത്ഹ് ഭാരമുള്ള ഹർക്കത്തല്ല, കസ്റും ലമ്മുമാണ് ഭാരം. അത് താങ്ങൂല, കസ്റും താങ്ങൂല, ലമ്മും താങ്ങൂല. ലമ്മ ഏറ്റവും സ്ട്രോങ്, കസ്റ് പിന്നെ അതിന് കുറച്ച് സ്ട്രോങ്, പിന്നെ തീരെ സ്ട്രോങ് ഇല്ലാത്ത ഒരു എന്താ പറയുക, ഹർക്കത്തുകളിൽ ഏറ്റവും നിസ്സാരമായതാണ് ഫത്ഹ. അപ്പോൾ ഇവിടെ യറ യറ യാനി എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, യാനിക്ക് ഫത്ഹാണ്, താങ്ങുന്നതാണ്, ഏറ്റിയ പൊന്തുന്നതാണ്. അപ്പോൾ യറ യറയാനി യറൗന, അവിടെ യറയൂന എന്നാണ് വരിക. അപ്പോൾ യായിന് ഭാരാണ്, ലമ്മാകുമ്പോൾ ഭാരാണ്. അപ്പോൾ ലമ്മത്തന്നെ കളഞ്ഞു, ആ യായിനി പിന്നീട് കളഞ്ഞു, യറൗന. അപ്പോൾ അലം തറ ഇലല്ലദീന ബദ്ദലു, കണ്ടോ? ബദ്ദലു അല്ലേ, ബദ്ദല ബദ്ദല ബദ്ദലു. ഓക്കെ അല്ലേ ഹക്കീംക? ക്ലിയർ അല്ലേ? ബദ്ദല ബദ്ദല നിഅമത്തല്ല. ഖുർആന്റെ പ്രത്യേകതയാണ് ഇത്. ശരിക്കും ഇങ്ങനെയല്ല ഈ താ എഴുതേണ്ടത്, റസ്മിന്റെ പ്രത്യേകത ആയതുകൊണ്ട് ഈ താ ഇങ്ങനെ എഴുതിയതട്ടാ. ശരിക്കും താ എഴുതേണ്ടത്, ഇസ്മിൽ താ എഴുതുന്നത് മറ്റേ ഹാ താ ആണ്. ഇത് നിഅമത്ത എന്നുള്ളത് ഫീലിൽ വരേണ്ട താ ആണ്. ഇവിടെ ഖുർആന്റെ ഒരു ലിപിയുടെ റസ്മുൽ ഉസ്മാനിയുടെ പ്രത്യേകത ആയതുകൊണ്ടാണ് ഇത്. നിഅമത്തല്ലാഹി കുഫ്രൻ വ അഹല്ലു ഖൗമഹും ദാറൽ ബവാർ. അഹല്ലു, അഹല്ല അഹല്ല അഹല്ലു. അഹല്ലു എന്ന് പറഞ്ഞാൽ ഇറക്കി, ഇറക്കി. ഹല്ല, ഹല്ല എന്നുള്ള ഹല്ല, ഹല്ല ഇറങ്ങി. അഹല്ലു എന്ന് പറഞ്ഞാൽ ഇറക്കി. അഹല്ല അഹല്ല അഹല്ലു, അത് എന്താണ്, ഏത് ബാബാണ്? ഇഫ്ആലം ബാബാണ്, ഇഫ്ആലം ബാബാണത്. സുബൈറ ക്ലിയർ അല്ലേ? ജഹന്നമ യസ്ലൗനഹ, യസ്ലൗനഹ മുളാരിയ ഫീലാണ്. സ്വലാ യസ്ലു, സയസ്ലാ നാറൻ എന്ന് പഠിച്ചില്ല നമ്മള്, സയസ്ലാ നാറൻ. ആ യസ്ല എന്നുള്ളതാണ്. ആ അല്ല, ചേർന്നു. യസ്ലാ നാറൻ, അവൻ ചേരും, നരകത്തിൽ ചേരും. അപ്പൊ സലാ യസ്ല, യസ്ല യസ്ലയാനി യസ്ലൗന. അപ്പൊ അവിടെ യസ്ലൗന, യസ്ല യൂന എന്നാ വരിക. അതെന്ത് ചെയ്യുന്നു വെച്ചാൽ യാ ലൈഫ് ആയതുകൊണ്ട് അതിൻ്റെ ലമ്മത്തിനെ കളഞ്ഞു, യാവും പിന്നെ ഈ ഒരു വാവുണ്ടല്ലോ, അപ്പോൾ നിലവിലൂടെ ഒരു വാവുണ്ട്, അവൻ തമ്മിൽ രണ്ട് സുക്കൂൻ അടുപ്പിച്ച് വന്നുകൊണ്ട് ആ യായിനെയും കളഞ്ഞു. അപ്പോൾ യസ്ലൗന.
യസ്ലൗനഹ വബിഅ്സൽ ഖറാർ. അപ്പോൾ അതും ഫീലാണ്, മുദാരിയ ഫീലാണ്. വജഅലു അത് നമുക്കറിയാലോ. ലിയു വജഅലു ലില്ലാഹി ജഅല ജഅല ജഅലു. പിന്നെ ലിയുളില്ലു അളല്ല യുളില്ലു അൻ സബീലിഹി. ദാ ഇതേതാ ഫീല് കാണില്ല. അന്താദൻ ഇസ്മ നിദ്ദു എന്നുള്ളതിന്റെ ബഹുവചനാണ് അന്താദൻ. ഇസ്മാണ്, തൻവീൻ കണ്ടില്ലേ, അന്താദൻ ഇസ്മാണ്. ഖുൽ തമത്തഉ ഇതേതാ സംഗതി പറയാൻ പറ്റും? തമത്തഉ ഏതാണ്? അംർ. യെസ്, വെരി ഗുഡ്. എന്തിന്റെ അംർ? എന്തിന്റെ അംർ? അല്ലല്ല, ഞാൻ പഠിച്ചു പോയതാണ്. മത്ത അല്ലല്ല, മത്തന്റെ അംർ മത്തി എന്ന വരാം. മത്ത യുമത്തിഉ മത്തി എന്ന വരാം. ഇത് തമത്തന്റെ അംർ തഫഅല തഅല്ലമ എന്നൊക്കെ പറഞ്ഞില്ലേ. അല്ല ഇതല്ല, ഈ വസ്ന് പറഞ്ഞു, ഇതേ രൂപത്തിലുള്ളത്. തഫഅല യതഫഅലു, അതിന്റെ അംർ തഫഅൽ. തഫഅൽ തഫഅല തഫഅലു. തമത്തഅ തമത്തഅ തമത്തഉ. അതാ തമത്തഅ തമത്തഅ തമത്തഉ. കാരണം അത് വേറെ ഒന്നും അതിൽ വരാൻ പറ്റില്ല. വേറെ നമ്മളൊരു ഇപ്പോൾ നേരത്തെ ഇഫ്താല പറഞ്ഞു. ഇഫ്താലൻ്റെ അംറിൽ തുടക്കത്തിൽ ഈ വേണം. ഇഫ്തായിൽ എന്നാണ് അതിൻ്റെ അംറ് പറഞ്ഞത്. ഇനി മത്ത എന്നാണെങ്കിലോ മത്ത യുമത്തിയുടെ അംറ് മത്തിയ എന്നാണ് നമ്മൾ പറഞ്ഞത്, താല്ല. പിന്നെ മനസ്സിലായോ? തഅല്ലമ നീ പഠിക്ക്. അപ്പോൾ തഅല്ലം തഅല്ലം തഅല്ലമ തഅല്ലമു. തമത്തഉ തമത്തഅ തമത്തഉ. തനസ്സർ തനസ്സറ തനസ്സറു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എവിടെ ആരാ പോയത്? നമ്മുടെ സുഹൈൽ സാർ പോയില്ലേ? ഓക്കെ. ഫഇന്ന മസീറക്കും ഇലന്നാർ ഖുൽ ലിഇബാദിയല്ലദീന ആമനു. ആമനുകൾ പറഞ്ഞു നേരത്തെ. യുഖീമുസ്സലാത്ത യുഖീമു അഖാമ യുഖീമു യുഖീമു യുഖീമാനി യുഖീമൂന യുഖീമൂന എന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ജസ്മിൻ്റെ ഒരു അവസരമായതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജസ്മ് ചെയ്യുന്ന അവസരത്തിൽ നൂനിനെ കളയും. ആ നൂന് പോയതാണ്. കേൾക്കുന്നില്ലേ? തിരിയുന്നില്ല? മനസ്സിലാവുന്നില്ലേ? അതായത് ഇപ്പൊ നമ്മള് ഇവിടെ എങ്ങനെയെന്ന് അർത്ഥം വരാം. ഖുൽ ലിഇബാദിയ അല്ലദീന ആമനു വയുൻഫിഖൂ. ആണോ? വയുൻഫിഖൂന എന്നുണ്ടാവും. ആ നൂനും അത്ഫ് ചെയ്തുകൊണ്ട് ജസ്മിന്റെ സമയത്ത് എന്ത് പോയതാ? നൂന് പോയതാ. വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ. അപ്പോൾ അവിടെ ഖുൽ നബിയെ നിങ്ങൾ പറയുക, ലിഇബാദിയ അല്ലദീന ആമനു എൻ്റെ വിശ്വസിച്ചവരായ അടിമകളോട് നിങ്ങൾ പറയുക. കണ്ടോ? അപ്പോൾ അവിടെ ഖുൽ എന്നുള്ളത് അംറാണ്. ഖാല യഖൂലു ഖുൽ യുഖീമുസ്സലാത്ത. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ, അവരോട് പറഞ്ഞാൽ അവർ നിസ്കാരത്തെ നിലനിർത്തും. വയുൻഫിഖൂ അവർ ചെലവഴിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കണ്ടീഷൻ ക്ലോസ് കളഞ്ഞു പോയിട്ടുണ്ടാവും. നബിയെ നിങ്ങൾ അവരോട് പറഞ്ഞാൽ അവർ നിസ്കാരം നിലനിർത്തും, അവർ ചെലവഴിക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് കൊടുത്തതിൽ നിന്ന് സിർറൻ രഹസ്യമായിട്ടും ചെലവഴിക്കും, വഅലാനിയതൻ പരസ്യമായിട്ടും ചെലവഴിക്കും എന്ന് ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ്. അപ്പോൾ അവിടെ അങ്ങനെയാണ് യുഖീമു. അപ്പോൾ നമ്മൾ സാധാരണ യുഖീമു എന്നുള്ളതല്ല, അവിടെ ഒരു വാവ് കൂടിയുണ്ട്. അപ്പോൾ വാവ് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവിടെ നൂന് പോയിട്ടുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ യുഖീമു എന്നല്ലേ പറയാം.
അഫ്അല യുഫ്ഇലു, അഖാമ യുഖീമു, യുഖീമു ഇഖാമത്ത്, അങ്ങനെ പറയാം. അംഫക യുംഫിഖു എന്നുള്ളു, വാവ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ വാവ് വന്നതുകൊണ്ട് അത് ബഹുവചനമാണ്. അവിടെ നൂന് കളഞ്ഞു. ആ അതെ, ഒരു ജസ്മിൻ്റെ ചെയ്യുന്ന അവസരമായതുകൊണ്ട് നൂന് പോയതാണ്. മിൻ ഖബ്ലി, ഏത് അല്ല, ആമനു എന്നുള്ളത് മാലിയായ ഫീലാണ്. ആമന ആമന ആമനു അവിടെ മാലിയിൽ വരില്ലല്ലോ, നൂന് വരില്ലല്ലോ. മിൻ ഖബിലി അൻ യഅ്തിയ, കണ്ടവിടെ കണ്ടങ്ങൾ അന്ന് വന്നു, അന്ന് നസ്ബ് ചെയ്യുന്നതാണ്. യഅ്തിയ, യായിനക്ക് ഫത്ഹ് കൊടുത്ത് കണ്ടോ, യാവ് പ്രശ്നമല്ല, ഫത്ഹ് ചുമക്കും. അപ്പം അൻ യഅ്തിയ. ക്ലിയർ അല്ലേ? വിഷയം മനസ്സിലായില്ലേ? നമ്മുടെ യാസർ അവിടെ ഉണ്ടാവുമല്ലോ, അതെ, തരിച്ചിരിക്കുക യാസർ. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി, കണ്ടോ, ഖലഖ അവിടെ മാദിയ ഫീൽ, അസ്സമാവാതി വൽ അർള, വ അൻസല, അല്ലേ, അൻസല ഫീല്, ഖലഖ ഫീല്, പിന്നെ മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ, അഖ്റജ ഫീല്, ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, വസഖറ, ഒക്കെ സുലാസി മജീദ് ഫീയാണ്. വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രിയ, ജറാ യജ്രി, ലി തജ്രിയ, യാ ഫത്ഹ് വന്നുണ്ടോ, യാ ഫത്ഹ് ചുമക്കും, ഫിൽ ബഹരി ബി അംരിഹി, വസഖറ ലക്കുമുൽ അൻഹാർ, വസഖറ ലക്കുമുൽ ശംസ വൽ ഖമറ ദാഇബൈനി, വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ. ഇത്രയും പേരുകൾ, അത് തന്നെ അധികവും എന്താണ് അതിൽ സുലാസി മജീദ്, അധികവും സുലാസി മജീദ്. വേറൊരു പേജ് എടുത്ത് നോക്കുക. ഇതേതാ ഫീല് വരിക? ശരിക്കും ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഏത് ബാപ്പ വരിക? സുബൈറ, ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പടി വരട്ടത് ഇസ്തഫ് അല്ല, ഒരഭിപ്രായം. പിന്നെ ഹലോ റാഫിക്ക, ഏതാ വരിക? ഏതാ വരിക? ഹക്കീം ക പറഞ്ഞോ. ഫാറൂഖ് ഭായി ഇസ്തഫ് അലയാണെന്ന് പറഞ്ഞു. ഇതല്ലാത്ത അഭിപ്രായം ഉണ്ടോ? അത് അതന്നെയാണെന്നാണ്. അത് ഫീലല്ല, ഫീലല്ല, അല്ലല്ല, സുലാസി മജീദ് ഫി തന്നെയാണ്. ഒരു ക്ലൂ ആണ്, സുലാസി മജീദ് ഫി തന്നെയാണ്, 3 അക്ഷരത്തിൽ ഇതായതാണ്. എത്ര അക്ഷരമുണ്ടെന്ന് എണ്ണി നോക്കി. ഈ സ് ത ഒക്കളില്ല. യെസ്, അപ്പൊ അതല്ല, അത് ഇസ്തഫ് അലല്ല. ഫാറൂഖ് ഭായ്, ഇസ്തഫ് അലയാണെങ്കിൽ എന്ത് വേണം? അവിടെ ഒക്കണം. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാല് ഇഫ്തഅല വാവാണത്. ഏത്? ഇഫ്തഅല. ഇസ്തവ എന്ന പേര്, ഇസ്തവ, യസ്തവി. അപ്പൊ ശരിയായി. ഈ സ് ത വ പിന്നെ ഒരു അലിഫ്, 5 അക്ഷരായി. ഇസ്തവ, ഇസ്തവയ, ഇസ്തവൗ, ഇസ്തവത്ത്, ഇസ്തവത, ഇസ്തവൈന, ഇസ്തവൈത, അങ്ങനെയാണ് ഇസ്തവൈത.
അപ്പം അത് മറ്റേ ഫീലാണെങ്കിൽ, അതായത് ഇസ്തിഫാലം ബാബാണെങ്കിൽ ഒക്കണ്ടിയിരുന്നു. നേരത്തെ റാഫിക്ക് വെച്ച പോലെ ഒപ്പിച്ചു നോക്കണം. ആ ഒക്കുമ്പോഴേ എന്താവുള്ളൂ, അത് ആ ബാബിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇസ്തവ എന്നുള്ളതാണ് ഇഫ്താല ബാബ. ഇതേതാ? ഇതൊരു ഫീൽ കേട്ടോ. നജ്ജാന. നജ്ജാന ഫഅല. ഓക്കെ. നാ എന്നുള്ളതോ? നജ്ജാന്നാണ് ഫീല്. നാ എന്നുള്ളത് മഫൂലാണ്, മറ്റേതല്ല കേട്ടോ. മറ്റേ നജ്ജൈന എന്ന വരിക. നജ്ജാന എന്ന് പറഞ്ഞാൽ, നജ്ജാ എന്ന് പറഞ്ഞാൽ ഫഅല. നജാ എന്നതിൻ്റെ തഫ്ഈലും ബാബ് നജ്ജാ. നാ എന്നുള്ളത് ആ ഫീലിൽ പെട്ടതല്ല, അത് മഫൂലാണ്. കൺഫ്യൂഷൻ ആയതുകൊണ്ട് പറഞ്ഞാണ്. അപ്പം അങ്ങനെ അല്ല അല്ല അല്ല, നജ്ജ എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടുത്തി എന്നർത്ഥം. ഞങ്ങളെ, ഞങ്ങൾ രക്ഷപ്പെടുത്തി എന്നാകുമ്പോൾ നജ്ജൈന എന്ന് വരിക. നജ്ജൈന. റബ്ബി അൻസിൽനി മുൻസലൻ ഇസ്മഫൂല് മുൻസലൻ മുബാറക്കൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. കണ്ടോ? മുൻസില, മുൻസിലുൻ, മുൻസിലാനി, മുൻസിലൂന. അപ്പം അവിടെ ഇവിടെ ജെറിന്റെ അവസരമായതുകൊണ്ട് യാവ് കൊടുത്താണ് മുൻസിലീന എന്നാക്കിയതാണ്. രണ്ടും വന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ വഇൻ കുന്നാ ലമുബ്തലീൻ. അത് ഇബ്തല യബ്തലി, ഇഫ്തഅല യഫ്തഇലു. നമ്മളെ ഈ ഇല്ലത്തിന്റെ അക്ഷരം വരുമ്പോഴുള്ള ചെറിയ വ്യത്യാസമാണ്. ثم أنشأنا من بعدهم قرنا آخرين فأرسلنا. ഒക്കെ സുലാസി മസീദ് ഫീ കേട്ടോ. فأرسلنا فيهم رسولا منهم أن اعبدوا الله. ഉഅ്ബുദു അംറാണ്. ഉഅ്ബുദു ഉഅ്ബുദാ ഉഅ്ബുദു മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. സുലാസി മസീദ് ഫീ ആണ്. ഇത്തഖ യത്തഖി, ഇത്തക്ക, ഇഫ്തഅല യഫ്തഇലു. അത് ഇല്ലത്തിൻ്റെ അക്ഷരം വരുന്നതുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷനാണ്. വഖാലൽ മലഉ മിൻ ഖൗമിഹി അല്ലദീന കഫറു വകദ്ദബു ബിലിഖാഇൽ ആഖിറത്തി വഅത്റഫ്നാഹും. സുലാസി മസ്ജിദ് ഫീ. ഇവിടെ കദ്ദബു സുലാസി മസ്ജിദ് ഫീ. ഫിൽ ഹയാത്തി ദുനിയ മാ ഹാദാ ഇല്ലാ ബശർ മിസ്ലുക്കും യഅകുലു മിമ്മാ തഅകുലൂന മിൻഹു വയശ്റബു മിമ്മാ തശ്റബൂൻ വലഇൻ അതഅതും. അത്വാഅ എന്നുള്ള സുലാസി മസ്ജിദ് ഫീ ആണ്. അതിൻ്റെ ഇതാണ് അത്വാഅ, അത്വാഅ, അത്വാഉ, അത്വാഅത്, അത്വാഅത, അത്വഅന, അത്വഅത, അത്വഅതുമ, അത്വഅതും. അതാണ് അത്വഅതും. തും എന്ന് കണ്ട തും താ ജീ വഴിപ്പെട്ട് നിങ്ങൾ അനുസരിച്ച. അപ്പോൾ ഇവിടെ അത്വഅതും ഇങ്ങനത്തെ തും താ തി തുമ തുന്ന എന്നൊക്കെ കണ്ട ഒക്കെ മാലിയാന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അത് മതിയിലേ വരുള്ളൂ. തഅ്തും ബശറൻ മിസ്ലക്കും ഇന്നക്കും ഇദൽ ലഖാസിറൂൻ. ഓക്കെ. അപ്പോൾ ഇതാ ഇസ്തക്ബറു. ഇതാണ് അവിടെ ഫസ്തക്ബറു. നമ്മളിപ്പോൾ ഇന്ന് പഠിച്ച ബാബ് ഫസ്തക്ബറു കണ്ടില്ലേ? ഇസ്തക്ബറ യസ്തക്ബറു, ഇസ്തക്ബറ യസ്തക്ബിറു, ഇസ്തിക്ബാറൻ. ഇസ്തക്ബറന്റെ ഇസ്തക്ബറ, ഇസ്തക്ബറ, ഇസ്തക്ബറു. അതാണത്. സാറ യുസാരിഉ, യുസാരിഊന. എവിടെ ഇവിടെ ഇവിടെ ആലിൻ, ആലിയാനി, ആലിയൂന എന്ന പേര് കേട്ടോ. അത് നമ്മൾ പറഞ്ഞല്ലോ. ആലിയൂന, യാ ലഈഫ്, ലമ്മത്ത് ഭാരം. ലമ്മത്തിനെ എന്ത് ചെയ്തു? അതിൻ്റെ മുമ്പുള്ള ലാമിന് കൊടുത്തു. എന്നിട്ട് അപ്പം എന്തായി? അപ്പോൾ യാവും ഈ വാവും തമ്മിൽ രണ്ട് സുക്കൂൺ ഒരുമിച്ച് കൂടി യായിനെ കളഞ്ഞു. അപ്പോൾ ആലൂന എന്നായി. അത് നസ്ബിൻ്റെ അവസരത്തിലും
ജെറിൻ്റെ അവസരത്തിലും യാ കൊണ്ട് പറഞ്ഞപ്പോൾ ആലീനാന്നായി. കൗമൻ എന്നുള്ളത് നെസ്ബാണല്ലോ, വക്കാനു കൗമൻ, അതിന് നെസ്ബ് വന്നപ്പോൾ ഇതും യാവ് കൊണ്ടാണ് നെസ്ബ്. കാരണം ഇത് ജം ആണ്, ജംഇനിക്ക് യാവ് കൊണ്ടാണ് നെസ്ബ് വരിക, ഫത്ത് കൊണ്ടല്ല. ജമ്മു മുദക്കറിനിക്ക് ഇവിടെ ലി ബഷറൈനി കണ്ട, ഇവിടെ കണ്ട നിങ്ങൾ, ഇത് തസ്നിയാണ്, ബഷറുൻ ബഷറാനി. അത് തസ്നിയ ജെറ് എങ്ങനെയാണ്? യാവ് കൊണ്ടാണ്, ബഷറൈനി. ഇൻഷാ അല്ലാഹ് നമ്മളത് പഠിക്കും. ഇവിടെ ആബിദൂൻ, ഇത് ജമ്മാണ്, ജമ്മിന് വാവ് കൊണ്ടാണ് റഫ്, ആബിദൂൻ റഫ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നമ്മളത് കുറേ നോക്കുക. നമ്മൾ ഒരു പേജിൽ നമ്മളിപ്പോൾ പറഞ്ഞ കണ്ട പേജുകളിലൊക്കെ സുലാസി മുജറദിനേക്കാളും കൂടുതൽ എന്താണ് സുലാസി മസീദ് ഫിഹിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിങ്ങനെ ഓരോന്നിങ്ങനെ മനസ്സിലാക്കിയിട്ട് ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മളത് എന്ത് ചെയ്യണം? നോക്കണം. ഇതേതാണ് അക്ഷരം, ഏതാണ് ഇതിൽ അസ്ലിയായത്, ഏതാണ് അതിൻ്റെ ബാക്കി എന്തൊക്കെയാണുള്ളത്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അധികമായി വന്നത് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകണം. അല്ല, വാക്കർത്തല്ല, നമുക്ക് സാധ്യതകൾ പറയാലോ, വാക്കർത്തല്ലെങ്കിലും. ഇപ്പം നേരത്തെ ഇസ്തവൈത്ത എന്നുള്ളടത്ത് ഇസ്തഫ് അല എന്ന് പറഞ്ഞില്ലേ? അപ്പം നമ്മളതിൻ്റെ സാധ്യത നോക്കി. ഇസ്തഫ് അല ആകുമ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് ശരിയാവുക? ഇത് മൂന്നും കഴിഞ്ഞാൽ പിന്നെ വൈത്ത എന്നുള്ളത്, വൈത്ത എന്നുള്ളത് ഇത്താ എന്നുള്ളത് ഫത്ഹായിട്ട് വരുമ്പോൾ അത് അൻത എന്നുള്ളതാണ്. പിന്നെ ഈ രണ്ടക്ഷരം വൈ എന്നുള്ളൂ, ഈ രണ്ടക്ഷരം എന്തായാലും എന്ത് വരില്ല, ഒരു മാതിയായ ഫീല് വരില്ല. അപ്പം നമ്മൾ പിന്നെ ആലോചിച്ച് നോക്കി, പിന്നെ ഇപ്പം അതിൽ പേരാ സാധ്യത. അപ്പോൾ മനസ്സിലായി താവും അലിഫും സായിദിയായിട്ട് വന്നതാണ്, സീന് അസ്ലിയാണ്. അപ്പോൾ സവാ വസവാ ഉൻ അലൈഹിം എന്ന് പറഞ്ഞിടത്തുള്ള സവാ ഉന്നല്ലേ, അതേപോലത്തെ സവാ യസ്വി സവാ അൻ ഫഹുവ സാവിൻ. അപ്പം അത് വന്നാണ്, മനസ്സിലായി. ഇങ്ങനെ അർത്ഥം അറിയണമെന്നില്ല, അർത്ഥം നമുക്ക് കിട്ടണമെങ്കിൽ ലഫ്ദ് അറിയണം. നമ്മളെങ്ങനെ ഡിക്ഷണറി നോക്കുക? ഇതിപ്പോൾ നിങ്ങൾ സവാ എന്നുള്ളതിന് സീന് വാവും യാ ഉള്ള ഭാഗത്ത് നോക്കിയാൽ ഇതിൻ്റെ അർത്ഥം കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഇസ്തിഫാല ഭാഗമായിട്ടാണെങ്കിൽ വാവകര തുടക്കം വരെ. എന്താ പറഞ്ഞേ? വേറെന്താ പറഞ്ഞേ? സുബൈർ എന്താ പറഞ്ഞേ? കേട്ടില്ല. സവാഉൻ കേട്ടില്ല. സവാഉൻ എന്ന് പറയണമെന്ന്. വോയിസ് ബ്രേക്ക് ആയിട്ടാണ് വരുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ? എനിക്ക് മാത്രമാണോ വോയിസ്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാല്, നമുക്ക് അതിന്റെ അസുല് കിട്ടിയാലേ ഡിക്ഷണറി തന്നെ നോക്കാൻ പറ്റുള്ളൂ, അതിന്റെ മീനിങ് തന്നെ നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ഖുർആനിൽ തഫ്സീർ ഓതുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ഇങ്ങനെയാണ്, ഇതാണ് അസ്ലി എന്ന് വെക്കുമ്പോൾ ഈ അർത്ഥമാണ് വരിക, അതല്ല ഇതാണ് അസ്ലി എന്ന് വെക്കുമ്പോൾ ഈ അർത്ഥമാണ് വരിക എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവരിങ്ങനെ അതിൻ്റെ അസ്ലി ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഓരോന്നിലും നോക്കുമ്പോൾ നമുക്കങ്ങനെ കിട്ടും. ഇപ്പം നജ്ജാന എന്ന് നമ്മൾ ഏത് നോക്കിയാലും അതൊരു ഒറ്റപ്പദമായിട്ട് കാണുക, രണ്ട് പദമാണ്. നജ്ജാന എന്നുള്ളത് ഒരൊറ്റപ്പദമായിട്ട് നമുക്ക് കാണാനേ കഴിയില്ല. അത് രണ്ടും രണ്ട് പദമാണ്. നജ്ജാ എന്നൊരു പദവും നാ എന്നുള്ളത് മറ്റൊരു പദമാണ്. അങ്ങനെ അത് ശരിയാവുള്ളൂ. യെസ്, സമയമായില്ലേ? ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദിവസം പറയാം. ചേർത്തേത് അത് കുഴപ്പമില്ല, ചേർത്തതിന് കുഴപ്പമില്ല. പറ്റുവേ. ഇപ്പൊ അൻസിൽന്ന് മാത്രമേ ഉള്ളൂ അമ്ര, നീ എന്നുള്ളത് പറയണേ. യെസ്, സമയം കുറച്ചായില്ലേ? ഏതായാലും ഇൻഷാ അല്ലാഹ് അപ്പോൾ ഒന്ന് സർപ്പാക്കി നോക്കണേ. അപ്പോൾ നമ്മളൊന്ന് എത്രാമത്തെ പറഞ്ഞപ്പോൾ ഇനി 10 10 10 പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.